നമസ്കാരം. ഇന്ന് ഉത്രാടം, നാളെ തിരുവോണം. ഏത് സമൂഹത്തിനും തങ്ങളുടേതായ ഉത്സവ ആഘോഷങ്ങളുണ്ടെങ്കിലും നമ്മളുടെ ഓണം സങ്കല്പങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വേറിട്ട ഒന്നാണ്. മനുഷ്യരെല്ലാവരും സമന്മാരായിരിക്കുകയും കള്ളവും ചതിയും ഇല്ലാതിരിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിന്റെ സ്മരണ ലോകത്ത് മറ്റേതെങ്കിലും ഉത്സവങ്ങളുടെ അടിസ്ഥാനമാക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ആഘോഷമാണ് ഓണം. എന്നാൽ മലയാളിയുടെ ഓണം എല്ലാ കാലത്തും സമൃദ്ധമായിരുന്നില്ല. വറുതിയുടെയും ദുരിതത്തിന്റെയും നാളുകൾ പിന്നിട്ടാണ് കേരളം ഒരു ആധുനിക സമൂഹത്തിലേക്ക് ചുവടുകൾ വെച്ചത്. ജനകീയ സർക്കാരുകളുടെ ഇച്ഛാശക്തിയോടെയുള്ള പ്രവർത്തനങ്ങൾ ഈ മുന്നേറ്റത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അതേ ദിശയിൽ തന്നെയാണ് ഈ സർക്കാരും കേരളത്തെ നയിക്കുന്നതെന്നാണൊക്കെയാണ് പറച്ചിൽ. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്, ഭക്ഷ്യക്കമ്മി സംസ്ഥാനവുമാണ്. രാജ്യം നേരിടുന്ന ഗുരുതരമായ വിലക്കയറ്റം, ഭയാശങ്കകൾ ഉണ്ടാകാറുണ്ടെങ്കിലും എല്ലാ കാലത്തും അതിനെ മറികടക്കാനാകുന്നത് സംസ്ഥാന സർക്കാരിന്റെ ശക്തമായ വിപണി ഇടപെടലിന്റെ ഫലമായാണ്. വില നിലവാരം ഭക്ഷ്യോൽപാദക സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിൽ താണു നിൽക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സ്ഥിതിവിവര വകുപ്പ് പുറത്തിറക്കുന്ന പ്രതിമാസ സൂചികകൾ നോക്കിയാൽ ഇതിന് പ്രത്യക്ഷ തെളിവാണ്. ഉത്സവവേളകളിൽ വിലക്കയറ്റം സൃഷ്ടിച്ച് അമിത ലാഭമുണ്ടാക്കാനുള്ള ഇടനിലക്കാരുടെ നീക്കങ്ങൾക്ക് പ്രധാനപ്പെട്ട എല്ലാ ആഘോഷവേളകളിലും പ്രത്യേക ചന്തകൾ സംഘടിപ്പിച്ചാണ് സർക്കാർ അതിനെ തടയിടുന്നത്. അതിന്റെ ഭാഗമായി സാമ്പത്തിക പ്രതിസന്ധി പരിഗണിക്കാതെ ഈ ഓണത്തിനും വലിയ വിപുലമായ സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും വലിയ പരാജയമായിരുന്നു. കുറഞ്ഞ വിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് സപ്ലൈകോയുടെ ഓണച്ചന്തകൾ അത് വിപുലമായി സംഘടിപ്പിച്ചു എന്ന് പറയുമ്പോഴും ആവശ്യ സാധനങ്ങളൊന്നും അതിൽ കിട്ടാനില്ല. കഴിഞ്ഞ ആഴ്ച ആരംഭിച്ച ഈ ചന്തകൾ ഇന്ന് വൈകുന്നേരം വരെ തുടരുമെങ്കിലും പല വിപണിയിലെ പല സ്റ്റോറുകളിലും പല സാധനങ്ങളും നമുക്ക് ആവശ്യമുള്ള പല സാധനങ്ങൾ കിട്ടാനില്ല. കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച ജൈവ പച്ചക്കറികൾ അത് വിപണനം ചെയ്യുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങളും മേളകളും ഉണ്ടെന്നൊക്കെയാണ് മന്ത്രി കഴിഞ്ഞ ദിവസം വിളംബരം ചെയ്തത്. പക്ഷെ അവിടെയും പ്രഖ്യാപനമല്ലാതെ ആവശ്യത്തിനുള്ള പച്ചക്കറികളൊന്നും കിട്ടാനില്ല. ഉള്ളതിന് മാർക്കറ്റ് വില തന്നെ ഈടാക്കുകയും ചെയ്തു. അതിനേക്കാളും നല്ല അവിടെ പോകുന്നതിനേക്കാളും നല്ലത് ക്യൂ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ലത് ഏതെങ്കിലും കടകളിൽ പോയി പച്ചക്കറി കടയിൽ പോയി മേടിക്കുന്നതല്ലയോ നല്ലത്. സപ്ലൈകോയുടെ വിപണന ശാലകളിൽ ആവശ്യ വസ്തുക്കൾ ലഭ്യമാക്കിയിട്ടുണ്ടെന്നാണ് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ മാവേലി സ്റ്റോറുകളിലൂടെയും സൂപ്പർ മാർക്കറ്റുകളിലൂടെയും വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പല മാവേലി സ്റ്റോറുകളിലും സാധനങ്ങളില്ല. പലരും സാധനം വാങ്ങാൻ സജീവമായി എത്തിയവർ നിരാശയോടെ മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന് പഴമക്കാർ പറയുന്നത് പോലെ ഇക്കുറിയും അങ്ങനെ തന്നെയാണ് മലയാളികൾക്ക് ഓണം. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ.